ഇന്ന് നമുക്കൊരു കൂണുകറി ഉണ്ടാക്കാം. അപ്പത്തിനൊക്കെ പറ്റുന്ന നല്ലൊരു കറിയാട്ടോ. നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, അത് മതിയാവും. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ സവാള അരിഞ്ഞത്, 2 ഇടത്തരം സവാളയാണേ. ഇത്തിരി വലുതും ഇത്തിരി ചെറുതും ആവണ്ട. സവാള ഇട്ടു. പിന്നെ ഒരു 3 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. ഒത്തിരി ചതയണ്ട, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതും ഒന്ന് വരണ്ട് വന്ന് കഴിയുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞത്, തക്കാളി വഴന്നു വന്ന് കഴിയുമ്പോൾ സ്വല്പം ഉപ്പിട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴന്നു വന്ന് ഒത്തിരി ഇതാവണ്ട. ഇപ്പോഴേക്കും ഒരു 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് അതും കൂടെ ഇട്ട് കൊടുക്കുവാണേ. അതും ഒന്ന് മൂത്ത് വരണം. തേങ്ങ ഇട്ടിട്ട് ഒത്തിരി റോസ്റ്റ് ആവാനല്ല, ഇതിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. എന്നിട്ട് ഒരു സ്പൂൺ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. കൂടുതലിട്ടാൽ നല്ലതാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം. ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് കിട്ടും, കൊഴുപ്പും കിട്ടും കറിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ കിടന്ന് റോസ്റ്റായി വരണം. ഒത്തിരി നേരം വഴറ്റിയെടുക്കണ്ട. ഇനി കുറച്ച് കറിവേപ്പില, അതും തേങ്ങയുടെ ആ പച്ചച്ചവ് മാറാൻ വേണ്ടിയിട്ടായത്. അപ്പോൾ വേറെ ഒരു ടേസ്റ്റിലേക്ക് വരും ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ. ആയിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കണം. ഇതാണ് ഞാൻ എടുക്കുന്ന കൂണ്. അപ്പോൾ ഇത് 200 ഗ്രാമുണ്ട്. ഉരുണ്ട മഷ്റൂമാണേ. ഈ ഫ്ലവറായിട്ട് കിട്ടുന്നുണ്ട്, അതല്ല ഇതെടുക്കണം. ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇതൊരു 4 കട്ട് ചെയ്തെടുത്താൽ മതി. അടുത്ത സ്റ്റെപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് വെളിച്ചെണ്ണ മതി. ആദ്യം നമ്മൾ വഴറ്റിയപ്പം വെളിച്ചെണ്ണ ഒഴിച്ചതാണല്ലോ. ഒരു ടീസ്പൂൺ കടുക്, കടുക് പൊട്ടി വന്നപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. സവാള കഴിഞ്ഞും ടേസ്റ്റ് ചെറിയ ഉള്ളിയാണേ കൂണിനെപ്പോഴും. പിന്നെ കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് പൊടി നമ്മൾ ഗ്രേവിക്ക് വേണ്ടി ഉപ്പ് ചേർത്തതായിരുന്നു, അതുകൊണ്ട്. ഉള്ളി വഴന്ന് വരുമ്പോൾ വെളിച്ചെണ്ണയുടെ കുറവുണ്ടെങ്കിൽ ഇച്ചിരി കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുള്ളൂ, ഒത്തിരി വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി വഴന്ന് വരുമ്പോൾ മഷ്റൂം ഇട്ട് കൊടുക്കാം. കൂണിന് വേവ് കുറവാണേ. അപ്പോൾ ഒത്തിരി നേരം ഇട്ട് വഴറ്റുമൊന്നും ചെയ്യണ്ട.
ഒത്തിരി വേവിക്കരുത്. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അങ്ങനെ എനിക്ക് തോന്നിയേക്കണം. അപ്പോൾ നിങ്ങൾ ഒത്തിരി വേവിക്കണ്ട. നിങ്ങൾ വഴന്ന് വന്നു കഴിയുമ്പോൾ ഗ്രേവി ചേർത്ത് കൊടുക്കാം. ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി, വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് 2 സ്റ്റെപ്പായിട്ട് അരച്ചെടുക്കണമായിരിക്കും നല്ലത്. ഒരുമിച്ചിട്ട് അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്ത് ഗ്രേവി വെള്ളം ചേർക്കാണ്ട് തന്നെ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കണം. എന്നിട്ട് ആ ഗ്രേവിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അരപ്പ് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അരപ്പിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിയിട്ട്, എന്നിട്ട് അരപ്പ് കഴുകിയ വെള്ളം, ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി വെള്ളം ആവണ്ട, എന്നാലും ഇത് മതിയാവും. ഇപ്പോൾ കൂണ് ഏകദേശം വെന്തിട്ടുണ്ട്, കാരണം വേവ് കുറവാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒത്തിരി വേവിക്കണ്ട. എപ്പോഴും കൂണ് വേവില്ലാത്തതായതുകൊണ്ട് ഒത്തിരി വേവിക്കണ്ട. വെള്ളം ഇത് മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസിയാണേ. ഇത് തിളച്ച് വരുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഗരം മസാല പൊടിക്കുമ്പോൾ ഒരു സ്വല്പം മല്ലിയും കൂടെ ചേർത്ത് പൊടിക്കും കേട്ടോ. വറുത്ത് പൊടിക്കുമല്ല, പച്ചയ്ക്കാണ് പൊടിക്കാറ്. നന്നായിട്ട് ഉണക്കിയെടുത്ത മല്ലി എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് പൊടിയും, നന്നായിട്ട് പൊടിയും. അങ്ങനെ ഞാൻ ചെയ്യാറ്. അപ്പോൾ അത് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഒത്തിരി മസാല ടേസ്റ്റ് വേണ്ട, ഒരു 1/2 ടീസ്പൂൺ. ഇതാ കറി ആയിട്ടുണ്ടേ. പാനിൽ നിന്ന് പെട്ടെന്ന് മാറ്റണം കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് കറി കുറുകും. അപ്പോൾ അതനുസരിച്ച് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ചൂടോടുകൂടി ഉപയോഗിക്കണം കേട്ടോ. ഇത് തണുത്ത് കഴിഞ്ഞാൽ അത്ര കുറുകിപ്പോവും. എന്നാലും ടേസ്റ്റ് നല്ലതായിരിക്കും. കാഷ്യൂനട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അപ്പത്തിന് നല്ലൊരു കറിയാട്ടോ. ഈ നോൺ വെജൊക്കെ കഴിക്കാത്തവർക്ക് പറ്റിയ ഒരു കറിയാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.